ആസ്പിരൻസ്, വെൽക്കം ടു എൻട്രി MBA എക്സാംസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ സീരീസ് ആയിട്ടാണ്, ഷോർട്ട് കട്ട് സീരീസ്. അതായത് നമുക്ക് വേണ്ട ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ട് ട്രിക്സിൻ്റെ ഒരു സീരീസ്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 11. നമ്മൾ ഓരോ എക്സാംസിനും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മളുടെ ടൈം പോകുന്നത് ഇങ്ങനെയുള്ള നോർമൽ, അതായത് ബേസിക്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങളിലാണ്. ബേസിക് ആയിട്ടുള്ള ആ ഒരു അറിവില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെയും പ്രശ്നം കൊണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, സ്പീഡായിട്ട് ഓരോ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാത്തത്. സോ ടൈം മാനേജ്മെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. സോ അതിൽ ഷോർട്ട് കട്ട് ട്രിക്സ് മോസ്റ്റായിട്ട്, അതായത് ഷോർട്ട് കട്ട് ട്രിക്സ് നമുക്ക് ഓരോന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ടൈം മാനേജ്മെൻറ്റിന് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. സോ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 11. സോ 11 എന്ന് പറയുന്ന നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നോർമൽ ഇപ്പോൾ ഒരു 2 ഡിജിറ്റോ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ അത് ഏതൊരു നമ്പറും ആയിക്കോട്ടെ, അത് 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 2 to 3 4 മിനിറ്റ്സ് എങ്ങനെ പോയാലും എടുക്കും. സോ ഇവിടെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എടുക്കുവാണ് 2 3 4 5 ഇൻറ്റു 11. ഓക്കെ, സോ 2 3 4 5 ഇൻറ്റു 11. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരൊറ്റ മൾട്ടിപ്ലിക്കേഷൻ തെറ്റിയാൽ മതി, നമ്മളുടെ ആൻസർ ഫുൾ തെറ്റിപ്പോവും. സോ ഈ പറയുമ്പോൾ നമുക്കറിയാം ഒരു മൈന്യൂട്ട് കാര്യമാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഒരു പ്രോബ്ലത്തിൽ. പക്ഷേ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആൻസറും ഫുള്ളായിട്ട് തെറ്റിപ്പോവാണ് ചെയ്യുക. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഓരോ ഷോർട്ട് ട്രിക്സും, ഈ ഒരു സീരീസിൽ കൂടി ഓരോ ഷോർട്ട് ട്രിക്സും ഞാൻ പുതിയതായിട്ട് പറഞ്ഞു തരുവാണ്. സോ ഇതിലിപ്പോൾ 2 3 4 5 ഇൻറ്റു 11 എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ് ആണ് ആദ്യം എഴുതുക. ഓക്കെ, സോ 5. എന്നിട്ടോ പിന്നെ നമ്മൾ ഈ നമ്പർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ലെഫ്റ്റിലോട്ട് ആഡ് ചെയ്ത് പോവും. സോ ദാറ്റ് ഈസ് 5 + 4 9. അടുത്ത എന്ത് ചെയ്യും? 4ൻ്റെ കൂടെ ഈ 3 ആഡ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? 4 + 3 7. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് 3 + 2 5. ഓക്കെ, എന്നിട്ടോ ലാസ്റ്റ് നമ്മൾ ഈ 2നെ ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതും. സോ 2 3 4 5 ഇൻറ്റു 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 25 7 9 5. ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് സെക്കൻഡ്സ് ആണ് എടുത്തത്. ഓക്കെ, സോ ഇതേപോലെയുള്ള ഓരോ ഷോർട്ട് ട്രിക്കുകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരൂ, എൻട്രിയിൽ അഡ്മിഷൻ എടുക്കൂ എത്രയും പെട്ടെന്ന്. അതിൽ പലതരത്തിലുള്ള, അതായത് MBAക്ക് ആണെങ്കിലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനാണെങ്കിലും നമുക്ക് പല കോഴ്സസും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ട്രിക്കുകളിലൂടെയും നമുക്ക് എൻട്രിയിൽ അഡ്മിഷൻ നേടി നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കരിയർ നല്ലതാക്കൂ. അതേപോലെ തന്നെ ഇതിൽ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. 2 5 7 9 5 ഇൻറ്റു 11. ഓക്കെ, ഇത് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. സോ 5 ഈസ് 5 ഇപ്പോൾ താഴത്തോട്ട് ഇറക്കി എഴുതി. അതിനുശേഷം 5 + 9 എത്രയാ? 14. ഇവിടെ ക്യാരി ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റി? 5 + 9 എന്നുള്ളത് 14 എഴുതി, ആ ക്യാരി ഓവറിനെ 1 ഇവിടെ എഴുതാം. ഓക്കെ, എന്നിട്ടോ 9 + 7 16. ഓക്കെ, 16 പ്ലസ് ഇവിടെ നമ്മളൊരു ക്യാരി ഓവർ എഴുതിയിരുന്നു. അപ്പോൾ 9 + 7 16, 16 + 1 17. എഗെയിൻ ഒരു ക്യാരി 1 വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7 + 5 12. പിന്നെയും ഒരു ക്യാരി ഉണ്ടായിരുന്നു. സോ 12 + 1 13. എഗെയിൻ ക്യാരി 1, 5 + 2 7, 7 + 1 8. ഇനി ഇവിടെ 8 വന്നു. അതിനുശേഷം നമ്മൾ 2 എഴുതാൻ മറക്കരുത്. അപ്പോൾ 2 ഇറക്കി എഴുതാം. ഓക്കെ, സോ 2 8 3 7 4 5. യൂണിറ്റ് പ്ലേസിലെയും ഏറ്റവും അറ്റത്തെ ഡിജിറ്റും, ഓക്കെ, ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റും എപ്പോഴും നമ്മൾ ഇറക്കി എഴുതാൻ മറക്കരുത്. അതുകൂടാതെ നമ്മൾ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ നിന്ന്, അതായത് ഈ 5 + 2 ചെയ്തുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ 7 കിട്ടും. ചിലപ്പോൾ 5 + 2ന് പകരം വേറെ ഇച്ചിരി കൂടി ലാർജർ ആയിട്ടുള്ള ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാലൻസ് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഇറക്കി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഈ നമ്പറിൻ്റെ കൂടെ ആ ക്യാരി ഓവറും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇറക്കി എഴുതാനായിട്ട്.
ഓക്കെ, അപ്പോൾ 11ന്റെ കൂടെയുള്ള മൾട്ടിപ്ലിക്കേഷന്റെ ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഈ ട്രിക്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻട്രി കാറ്റ് ഗോൾഡിലേക്ക് അഡ്മിഷൻ എടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എൻട്രി കാറ്റ് ഗോൾഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റർഷിപ്പ് അസിസ്റ്റൻസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ബൈ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആൻഡ് റെക്കോർഡഡ് ലെക്ചേഴ്സ്. അതുകൂടാതെ റിയൽ ടൈം ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് അപ്പോൾ ഉള്ള നിങ്ങളുടെ ഡൗട്ട്സ് അപ്പോൾ ക്ലിയർ ചെയ്ത് തരും. അതേപോലെ ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാം ലെവൽ മോക്ക് ടെസ്റ്റ് ആൻഡ് ഓൾസോ എക്സാം സ്ട്രാറ്റജീസ് ആൻഡ് ടിപ്സ്. ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ MBA എക്സാംസിൻ്റെ ഏറ്റവും കറണ്ട് ആയിട്ടുള്ള ആ എല്ലാ ട്രിക്സും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മളുടെ എൻട്രി കാറ്റ് ഗോൾഡിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.